വയനാട്ടിലെ മഹാദുരന്ത പശ്ചാത്തലത്തിൽ ശിവഗിരിയിലും ചെമ്പഴന്തി വയൽവാരം വീട്ടിലും ആർഭാടങ്ങൾ ഒഴിവാക്കി. ശിവഗിരിയിൽ ഭക്തി നിർഭരമായ നാമസങ്കീർത്തന ശാന്തി ഘോഷയാത്ര ഇന്ന് നടക്കും. ജയന്തി ഘോഷയാത്ര ലളിതമാക്കിയാണ് വയൽവാരം വീട്ടിലെ ആഘോഷ പരിപാടികൾ. ഭാരതത്തിന്റെ സാംസ്കാരിക നഭോമണ്ഡലത്തിൽ മാറ്റങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ 170ാമത് തിരുജയന്തി ദിനമാണ് ഇന്ന്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് വിദ്യ. ജാതിയുടെയും മതത്തിന്റെയും തൊട്ടുകൂടായ്മയെയും മറികടക്കാൻ അറിവായുധമാക്കാൻ ഉപദേശിച്ച ഗുരുദേവൻ എന്നും മാതൃകയാണ്. ആർഷപരമ്പരയിലെ ആചാര്യശ്രേഷ്ഠനായ ശ്രീനാരായണ ഗുരു ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിയാനും പരസ്പര സഹകരണത്തിലൂടെ മുന്നേറാനും ഒരു ജനതയെ ഉപദേശിച്ചു. ഒരു ജാതിയും ഒരു മതവും മതി മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്തു അദ്ദേഹം. സാമൂഹികവും സാമ്പത്തികവുമായ അവശതകളിൽപ്പെട്ട് സ്വാഭിമാനം ചോർന്നുപോയൊരു സമൂഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും വെല്ലുവിളികളെ പ്രതിരോധിക്കാനുമുള്ള കരുത്തും കാഴ്ചപ്പാടും കൈവരിക്കാനും ഗുരുദേവന്റെ ഉപദേശങ്ങൾ സഹായിച്ചു. അധംസ്ഥിത വിഭാഗത്തെ അറിവിന്റെ വെളിച്ചം നൽകി മുഖ്യധാരയിലേക്ക് ഉയർത്തിയ ഗുരുദേവന്റെ വചനങ്ങൾ ഇന്നും കാലിക പ്രസക്തമാണ്. 170ാമത് ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് ഗുരു ജനിച്ച ചെമ്പഴന്തി വയൽവാരം വീട്ടിലും ശിവഗിരിയിലും വിപുലമായ പരിപാടികൾ നടക്കുകയാണ്. വയനാട്ടിലുണ്ടായ മഹാദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജയന്തി ഘോഷയാത്ര ലളിതമാക്കിയാണ് ആഘോഷ പരിപാടികൾ നടത്തുന്നത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് തിരുജയന്തി ആഘോഷം കടന്നു വന്നിരിക്കുകയാണ്. ഇത്തവണ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളൊക്കെ പരിമിതപ്പെടുത്തിയെങ്കിലും എല്ലാ രാഷ്ട്രങ്ങളിലും തന്നെ ഗുരുദേവ ജയന്തി ആഘോഷം ഭക്തി നിർഭരമായി ആഘോഷിക്കുന്നു. എല്ലാ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ആത്മീയ കേന്ദ്രമായ ശിവഗിരി മഠത്തിലും ഗുരുജയന്തി സമുചിതമായി ആഘോഷിക്കുകയാണ്. കൂടാതെ ശിവഗിരി കുന്നുകളിലും ശാരദാമഠം, വൈദിക മഠം, ബോധാനന്ദ സ്വാമി സമാധി മണ്ഡപം, മഹാസമാധി എന്നിവിടങ്ങളിലും ശാന്തി ദീപം തെളിയിക്കും. ചടങ്ങുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. ജനം, തിരുവനന്തപുരം.